ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിഷ് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഞാൻ മീനിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും പുളിയും കൂടി പരട്ടി വെച്ചതാണ്. ഇത് ഉപ്പും പുളിയും മുളക് പൊടി ഇട്ടിട്ട് പരട്ടി വെച്ച മീനാണ്. ഇതിലേക്ക് നമുക്കിനി കബാബിൻ്റെ, അതായത് ഫിഷ് കബാബിൻ്റെ പൊടി ചേർക്കണം. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ 3 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി അത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണേ. ഇതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കറക്റ്റായിട്ട് പൊടി കോട്ടിംഗ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കബാബ് മസാലയ്ക്ക് പകരം എന്താ പറയുക മൈദപ്പൊടിയും അതേപോലെ കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർക്കാം കേട്ടോ. അതുകൂടി അത് കറക്റ്റായിട്ട് ചേർത്തിട്ട് നമ്മൾ ഗോബി മഞ്ചൂരി ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതേമാതിരി ഇത് കോട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതോടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇത് കബാബ് പൊടി ഉണ്ടെങ്കിൽ ഫിഷ് കബാബിൻ്റെ പൗഡർ ഉണ്ടാവും, അതുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ചില്ലി ഉണ്ടാക്കാനായിട്ടുള്ള ഫിഷൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചില്ലി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഫിഷ് ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ തന്നെയാണ് എടുത്തത്. അതിലേക്ക് വെള്ളുള്ളി ഇഞ്ചി അരിഞ്ഞത് കുറച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊന്ന് ഫ്രൈ ആയ ശേഷം നമ്മളിതിലേക്ക് ഉള്ളി ഇങ്ങനെ നമ്മൾ ചില്ലിക്ക് സാധാരണ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടാക്കുമല്ലോ, അതേപോലെ തന്നെ ഉള്ളി അതേമാതിരി ക്യാപ്സിക്കം, അതിന് കൂടെ ഞാനിവിടെ 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വരാം. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് മുളക് പൊടി ഇടാം. അതേമാതിരി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ 2 സ്പൂണ് ചില്ലി സോസ് ഇടുന്നുണ്ട്. ഇത് ഡാർക്ക് സോയ ആയതുകൊണ്ട് ഒരു 1/2 സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇറക്കി കൊടുക്കുക. ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഇടും കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പോ എരിവൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഒരു സ്പൂണ് വിനാഗറും കൂടി ചേർക്കണം കേട്ടോ ഈ സമയത്ത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണേ. ഇതിൻ്റെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അതിൽ, അതൊന്ന് നന്നായിട്ട് കുറുകണം. അതുവരെ ഒന്ന് നന്നായി ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തീ കുറച്ചിടരുത്.
അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റ് ചെയ്താൽ ഫിഷ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതേപോലെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇത് വളരെ ഈസി റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റും കൂടി ചെയ്യുക. താങ്ക്